കാൽപന്തിനെ ജീവനോളം സ്നേഹിക്കുന്ന മലയാളിക്ക് ഇന്ന് അഭിമാനത്തിന്റെ നിമിഷമാണ്. മലയാളികളുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നം നെഞ്ചിലേറ്റി ഖത്തർ ടീമിനൊപ്പം തഹസീൻ മുഹമ്മദ് ജംഷീദ് കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചരിത്രം പിറക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആദ്യമായിട്ടൊരു മലയാളി ലോകവേദിയിൽ പന്ത് തട്ടാൻ പോവുകയാണ്. അപ്പോൾ ലോകകപ്പ് ഡെസ്കിൽ നിന്ന് രജേശ്വർ രവീന്ദ്രൻ നമുക്കൊപ്പം ചേർന്നുണ്ട്. രജേശ്വർ രവീന്ദ്രൻ, ഗുഡ് ഈവനിങ്. മലയാളികൾ ലോകകപ്പ് ആവേശത്തിനൊപ്പം എന്നുമുണ്ട്. കളിക്കാൻ ഇറങ്ങുന്നത് പക്ഷേ ആദ്യമാണ്. ഇപ്പോൾ തഹസീന് നൽകുന്ന പിന്തുണ ഒരുപാട് തഹസിന്മാർ വരാനുള്ള വഴിയാവും ചെയ്യുക, അല്ലേ? തീർച്ചയായും ആ സന്തോഷം തന്നെയാണ് എല്ലാ മലയാളികൾക്കും ഉള്ളത്. പക്ഷേ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പറയും ഈ ഇന്ത്യക്കാർക്ക് സ്റ്റാമിന കുറവാണ്, അതുകൊണ്ട് ഫുട്ബോൾ കളിക്കാനുള്ള സ്റ്റാമിന പലപ്പോഴും കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ലോകകപ്പ് കളിക്കാത്തത് എന്നൊക്കെ വിലയിരുത്തുന്ന ആളുകളുണ്ട്. അവർ കാണാൻ കൂടിയാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് അത് ശാരീരിക ക്ഷമതയല്ല സത്യത്തിൽ ലോകകപ്പിലേക്ക് പോകാൻ ഇന്ത്യയുടെ തടസ്സമായി നിൽക്കുന്നത്. അത് സത്യത്തിൽ ഈ കുട്ടികൾ മുതൽ നഴ്സറി തലങ്ങളിൽ മുതൽ തന്നെ ഒരു ഫുട്ബോൾ നഴ്സറി സംവിധാനം നമുക്കില്ല, അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടുന്നില്ല എന്നതാണ് അതിന് കാരണമായി ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് കാണിച്ചു തരുന്ന ഒരു ഉദാഹരണമാണ് സത്യത്തിൽ തഹസിന്റെ വളർച്ച. തഹസിന്റെ പിതാവ് ജംഷീദ് നേരത്തെ യൂണിവേഴ്സിറ്റി താരമായിരുന്നു, വലിയ ഫുട്ബോൾ സ്വപ്നമൊക്കെ ഉണ്ടായിരുന്ന, ഇതിഹാസ താരങ്ങളുടെ ഒപ്പമൊക്കെ കളിച്ചിരുന്ന ഒരു ഫുട്ബോൾ താരമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് കാരണം പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യമൊക്കെ കൊണ്ട് ഫുട്ബോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് ഖത്തറിലേക്ക് പോകേണ്ടി വന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മകനെ ഫുട്ബോളിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് തഹസിൻ തുടർച്ചയായി തന്നെ മികച്ച പ്രകടനങ്ങൾ ഖത്തർ ടീമിന്റെ അണ്ടർ 16 മുതലുള്ള ടീമുകളിലൊക്കെ സജീവമായി തന്നെ മികച്ച പ്രകടനം നടത്തിയാണ് ഇപ്പോൾ 19-ാം വയസ്സിൽ ദേശീയ ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഖത്തറിലെ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന പകിട്ട് കൂടി ഈ 19-കാരനുണ്ട്. ആ ഒരു പകിട്ടോടെയാണ് ഇപ്പോൾ ലോകകപ്പിലേക്ക് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ മുൻപ് പലപ്പോഴും വിലയിരുത്തുന്ന പോലെ കായികക്ഷമതയല്ല നമ്മുടെ തടസ്സം എന്ന് കാണിച്ചു തരുന്ന ഒരു ഉദാഹരണമാണ് തഹസിൻ. അത് രവീന്ദ്ര, മറ്റൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. അതെന്ന് വെച്ചാൽ ഇന്ന് നടക്കുന്ന ഒരു വമ്പൻ മത്സരത്തെ കുറിച്ച്. പക്ഷേ ആ വമ്പൻ മത്സരം ഇന്ന് പുലർച്ചെ 3 മണിക്ക് ഒരു വമ്പൻ മത്സരം നടക്കുമ്പോഴും ബ്രസീൽ ആരാധകരെ സംബന്ധിച്ച് അവർക്ക് ആവേശവും ഒപ്പം നിരാശയും ഉണ്ട്. നാളെ പുലർച്ചെ ആദ്യ മത്സരത്തിന് മൊറോക്കയ്ക്കെതിരെ ബ്രസീൽ ഇറങ്ങുകയാണ്. അതിനിടയിലാണ് നെയ്മർ ജൂനിയർ ആദ്യ കളിയിൽ ഉണ്ടാകില്ലെന്ന നിരാശപ്പെടുത്തുന്ന വാർത്ത കൂടി വന്നത്. ഈ നെയ്മർ ജൂനിയറിന് പരിക്ക് ഭേദമാകാൻ ഇനി സമയമെടുക്കുമെന്ന് പറയുന്നുണ്ട് കോച്ച് കാർലോ ആൻചലോട്ടി. മൊറോക്കോ പോലൊരു സംഘം ഇന്നത്തെ മത്സരത്തിൽ എത്രത്തോളം വെല്ലുവിളിയാണ് ബ്രസീലിന്, രജേശ്വർ രവീന്ദ്ര? തീർച്ചയായും ഈ ഗ്രൂപ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി മൊറോക്കോ ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ സെമിയിലേക്ക് എത്തിയ ഒരു രാജ്യമാണ് മൊറോക്കോ. അതിലേറെ ഒരു ആദ്യമായി തന്നെ സെമിയിലെത്തുന്ന അറബ് ആഫ്രിക്കൻ രാജ്യമെന്ന പകിട്ടൊക്കെ മൊറോക്കോയ്ക്കുണ്ട്. ശക്തരായ ടീമാണ് മൊറോക്കോ എന്ന കാര്യത്തിൽ സംശയമില്ല. ബ്രസീൽ ഇറങ്ങുമ്പോൾ നമുക്കറിയാം അത് മലയാളി ആരാധകർക്ക് വലിയ ആവേശം നൽകുന്ന കാര്യം തന്നെയാണ്. അത് ലോകമാകെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ടീമിൽ ഒന്നാണ് ബ്രസീൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകകപ്പ് ഏറ്റവും കൂടുതൽ നേടിയ ടീമാണ്. പക്ഷേ നെയ്മറിന്റെ കാര്യത്തിൽ അത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് പൂർണ്ണമായും ഭേദമാകാതെ ആഞ്ചലോട്ടി എന്തായാലും അദ്ദേഹത്തെ കളിപ്പിക്കാൻ ഇറക്കില്ല. കാരണം ഏതെങ്കിലും തരത്തിലൊരു റിസ്ക് എടുക്കേണ്ട സാഹചര്യം നിലവിൽ ബ്രസീലിൽ ഇല്ല. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ബ്രസീൽ ടീമിൽ 3 വർഷത്തോളമായി നെയ്മർ കളിക്കുന്നില്ല. പക്ഷേ ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ ആഞ്ചലോട്ടി പറയുന്നത് പോലെ വളരെ കുറച്ച ഉള്ള സമയം ആണെങ്കിൽ കൂടി നെയ്മർ കളിച്ചാൽ അത് ടീമിന് ഗുണമാകും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് പൂർണ്ണ സമയം തന്നെ നെയ്മർ കളിക്കുമെന്ന പ്രതീക്ഷയോടെയല്ല ഈ ടീമിനെ ആഞ്ചലോട്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നെയ്മർ ഇന്ന് കളിക്കാത്തത് ഏതെങ്കിലും തരത്തിൽ വലിയ വെല്ലുവിളി അല്ല ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ബ്രസീൽ അത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആഞ്ചലോട്ടി പറഞ്ഞതുപോലെ ഡ്രസ്സിംഗ് റൂമിലാണെങ്കിൽ കൂടി നെയ്മറിന്റെ സാന്നിധ്യം യുവതാരങ്ങൾക്ക് വലിയ പ്രചോദനം നൽകുമെന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ബ്രസീൽ ആരാധകർ ആ ആവേശ പോരാട്ടം കാത്തിരിക്കുകയാണ്.